മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. ഒരു ദിവസം ഐഷയുടെ ഉമ്മ എന്തോ ഒരു കുരുവിയെപ്പറ്റി ചോദിച്ചു. അവൾ ആകെ ചുമന്നുപോയി. ചുമക്കുന്നത് കണ്ടോ? ഐഷ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ഐഷയുടെ ഉമ്മ ചിരിച്ചുകൊണ്ട് കുഞ്ഞുപാത്തുമ്മയുടെ തല തടവി. നീ മുടി ചീകാറില്ലേ? ഐഷയുടെ ഉമ്മ ചോദിച്ചു. കുഞ്ഞുപാത്തുമ്മ പറഞ്ഞു, ഉമ്മ പറയണത് അങ്ങനെ മുടി കോതിയ കാഫ്രിച്ചിയായി പോകുമെന്ന്. ഐഷയുടെ ഉമ്മ ചിരിച്ചു. അവർ ഒരു ചീർപ്പെടുത്ത് കുഞ്ഞുപാത്തുമ്മയുടെ മുടി നടുവെ വകഞ്ഞ് ചീകി. അവളുടെ മുഖം ജ്വലിച്ചു. ഐഷയുടെ ഉമ്മ അവളുടെ മുടി ഭംഗിയായി കെട്ടിക്കൊടുത്തു. ഐഷ മുല്ലപ്പൂക്കൾ പെറുക്കിക്കൊണ്ടുവന്ന് കുഞ്ഞുപാത്തുമ്മയുടെ മുടിക്കെട്ടിൽ തിരുകി. തലേ ഇബിലീസ് കയറുവോ? കുഞ്ഞുപാത്തുമ്മ ചോദിച്ചു. ചെന്ന് കുരുവിയോട് ചോദിക്കൂ. ഓ തുട്ടാപ്പി. അവൾ നാണിച്ചും സന്തോഷിച്ചും വീട്ടിലേക്ക് ചെന്നു. ഉമ്മ എടുത്ത വായ്ക്ക് ചോദിച്ചു, എന്താടി ഹറാം പറന്നോളെ ഈ കാട്ടിയെ? നിന്റെ തലയിലെന്താ? കുഞ്ഞുപാത്തുമ്മ മിണ്ടിയില്ല. ഉമ്മ എണീറ്റു അവളുടെ മുടി പിടിച്ചഴിച്ചു. പൂക്കളെല്ലാം ഞെക്കി വലിച്ചെറിഞ്ഞു. അവര് കണിക്കണ പോലെ നീ കാണിക്കണ്ട. ആ പെങ്കൊച്ചിൻ്റെ ഉപ്പൂപ്പയെ കാളവണ്ടിക്കാരനാർന്നു. തിരിഞ്ഞ് നീ ആനക്കാരൻ്റെ പുന്നാരമോളാ. നിന്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല. അന്നു തന്നെ അവൾക്കൊരു വേറൊരു വാർത്തയും അറിഞ്ഞു. അവളുടെ കല്യാണം ഉടനെ നടക്കും. ബാപ്പ ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട്. അവൾ നടുങ്ങി. അവളുടെ വായിൽ വെള്ളമില്ലാതായി. അവൾ വിളറി അങ്ങനെ നിന്നു. ഉമ്മ പറഞ്ഞു, ഇന്റെ അനുവാസം കൂടാതെ ഈ അതിർക്കകത്തുന്ന് നീ വെളീ പോകരുത്. അവളുടെ കണ്ണും ചെവിയും കൊട്ടിയടച്ചു. യാ റബ്ബുൽ-ആലമീൻ എന്ന് പറഞ്ഞ് അവൾ ബോധം കെട്ടു വീണു. മയ്യദ്ദീനെ, മുത്തുനബിയെ, എൻ്റെ പുന്നാരമാക്ക് എന്തു പണഞ്ഞ്? ഉമ്മ ചാടി എണീറ്റു. ബാപ്പ വന്നു. വെള്ളം തളി. വിഷൽ ആകെ കൂടി ബഹളം. കുഞ്ഞുപാത്തുമ്മ കണ്ണു തുറന്നു എണീറ്റിരുന്നു. ഉമ്മ ബാപ്പമാരെ അവൾ തുറിച്ചു നോക്കി. അവളോട് ചോദിക്കാതെ, അവളുടെ അഭിപ്രായം അറിയാതെ അവൾക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കിയിരിക്കുന്നു. മകളെ. കുഞ്ഞുപാത്തുമ്മ ബാപ്പ വിളിച്ചു. അവൾ മിണ്ടിയില്ല. ഉമ്മ ചോദിച്ചു, എൻ്റെ പുന്നാരമാക്ക് എന്തു പണഞ്ഞ്? കുഞ്ഞുപാത്തുമ്മ മിണ്ടിയില്ല. മയ്യദ്ദീനെ, വല്ല ഷെയ്ത്താനും കുടിയായിരിക്കും, ഉമ്മ പറഞ്ഞു. കുഞ്ഞുപാത്തുമ്മ പൊട്ടിച്ചിരിച്ചു. നിർത്താതെ അവൾ ചിരിച്ചു. പിന്നെ അവൾ കരഞ്ഞു. നിർത്താതെ ഹൃദയം നൊന്ത് അവൾ കരഞ്ഞു. രാത്രി വളരെ അതിക്രമിച്ചിട്ടും ലോകമെല്ലാം ഉറങ്ങിയിട്ടും അവൾ കരച്ചിൽ നിർത്തിയില്ല. അവൾ കിടന്നുകൊണ്ട് ജാലകത്തിലൂടെ നോക്കി. ഭീമാകാരമായ കറുത്ത 8 കാലി വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രകാശബിന്ദുക്കളാണോ നക്ഷത്രക്കോടികൾ? നോവൽ തുടരും.